കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി സഫേദ് ഗുഡ് കെ ലിയെ ബേജാൻ, വെളുത്ത ശർക്കരയ്ക്ക് വേണ്ടി അതിയായി ആഗ്രഹിക്കുന്ന ആൺകുട്ടിക്ക് ഏക്ക് അട്ടന്നി മില, ഒരു നാണയം കിട്ടി അല്ലേ? കഹാ സേ? മസ്ജിദ് കെ സാമനെ സെ, പള്ളിയുടെ സമീപത്ത് നിന്നുമാണ് അവൻക്ക് ആ നാണയം കിട്ടിയത്. അവൻ കരുതി ആ നാണയം ഈശ്വരൻ്റെ അനുഗ്രഹമാണ്, അതുമായിട്ട് കടയിലേക്ക് പോകാം എന്ന് കരുതി അല്ലേ? ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടന്നാലോ? എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത പേജ് എടുത്തില്ലേ? 89ാമത്തെ പേജ് എടുത്തു അല്ലേ? ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ജബ് വ ദുകാൻ പർ പഹുഞ്ച, ആൺകുട്ടി എപ്പോഴാണോ കടയിലേക്ക് എത്തിയത്, ലാൾട്ടേൻ ജൽ ചുക്കി തി, റാന്തലുകൾ തെളിയിച്ചിരുന്നു. റാന്തൽ തെളിയിക്കുക, റാന്തൽ കത്തുക. കടക്കാരൻ റാന്തലുകളെല്ലാം കത്തിച്ചു കഴിഞ്ഞിരുന്നു. പൻസാരി ഉസ്കെ സാമനെ ഹാത്ത് ജോഡെ ബൈഠേ തെ, പംസാരി വ്യാപാരി ഉസ്കെ സാമനെ അതിൻ്റെ മുന്നിലായിട്ട് ഹാത്ത് ജോഡെ ബൈഠേ തെ, കൈകൾ കൂപ്പി നിൽക്കുന്നുണ്ടായിരുന്നു. കോൺ? വ്യാപാരി. ഉസ് ലാൾട്ടേൻ കെ സാമനെ ഹാത്ത് ജോഡെ ബൈഠാ താ, കൈകൾ കെട്ടി കൈകൾ കൂപ്പി ഇരിക്കുന്നുണ്ടായിരുന്നു. തോടി ദേർ മേ ഉസ്നെ ആംഖേ ഗോലി, കുറച്ച് കഴിഞ്ഞപ്പോഴോ അയാൾ കണ്ണുകൾ തുറന്നു. ഇതുവരെ പംസാരി പ്രാർത്ഥിക്കുകയായിരുന്നു, വ്യാപാരി പ്രാർത്ഥിക്കുകയായിരുന്നു. അയാൾ കണ്ണുകൾ തുറന്നു. ഓർ പൂച്ച, ചോദിച്ചു, ക്യാ ചാഹിയെ, എന്താണ് നിനക്ക് വേണ്ടത്? ഉസ് ഹതേലി മേ ചമക്തി അഠനി ദേഖി, അവൻ എന്ത് ചെയ്തു? ഉസ്നെ ഹതേലി മേ ചമക്തി, തൻ്റെ കൈവെള്ളയിൽ തിളങ്ങുന്ന നാണയത്തിലേക്ക് നോക്കി. ഹതേലി മേ ചമക്തി അഠനി, കൈവെള്ളയിലെ തിളങ്ങുന്ന നാണയത്തിലേക്ക് നോക്കിക്കൊണ്ട് ഉസ് ലഡ്ഖേനെ പോല, ആൺകുട്ടി എന്താണ് പറഞ്ഞത്? ഹാ 8 ആനെ കോ സഫേദ് ഗുഡ്, എനിക്ക് 8 അണക്ക് എന്ത് നൽകാമോ? വെളുത്ത ശർക്കര നൽകാമോ? സഫേദ് ഗുഡ് ക്യാ ഹേ? വെള്ള ശർക്കര. യെ കിസ്നെ കഹാ? ലഡ്കേ നെ കഹാ. അബ് ലഡ്ക കഹാ ഹേ? ദുകാൻ കെ സാമനെ, കടയുടെ മുന്നിലാണ് അല്ലേ? യെ കേക്കർ ഉസ്നെ ഗർവ് സേ, അവൻ അഹങ്കാരത്തോടു കൂടി, ഒരൽപ്പം അഭിമാനത്തോടു കൂടി അഠന്നി, നാണയം പംസാരിക്ക് തരഫ് ഗദ്ദി പർ ഫെങ്കി, പംസാരിയുടെ മുന്നിലേക്ക്. പംസാരി ആരാണ്? വ്യാപാരിയുടെ മുന്നിലെ ഗദ്ദി, മെത്തയിലേക്ക് ഫെങ്കി, വലിച്ചെറിഞ്ഞു. എന്താണ് വലിച്ചെറിഞ്ഞത്? തൻ്റെ കയ്യിലെ നാണയം വലിച്ചെറിഞ്ഞു. ഓ ഗദ്ദി പർ നഗിരി, ആ നാണയം മെത്തയിലേക്ക് നേരെ വീഴാതെയോ? ഉസ്കെ സാമനെ, അതിൻ്റെ മുന്നിൽ വെച്ചിരുന്ന ധനിയെ കെ ഡിബ്ബേമേ, കൊത്തമല്ലിയുടെ ഡബ്ബയിലേക്ക് ഗിർഗൈ, വീണു. നാണയം എവിടേക്ക് വീണില്ല? പൻസാരിയുടെ മുന്നിലുള്ള മെത്തയിലേക്ക് വീഴാതെ ഉസ്കെ സാമനെ രക്കെ ധനിയെ കെ ഡിബ്ബ, കൊത്തമല്ലിയുടെ ഡബ്ബയിലേക്ക് വീഴുകയും ചെയ്തു. ഗിർഗൈ, വീണു. പൻസാരിനെ ഉസെ ഡിബ്ബേ മേ ടട്ടോല, വ്യാപാരി ഉസെ ഡിബ്ബേ മേ, അത് ഡിബ്ബയിൽ, ആ പാത്രത്തിൽ, ടട്ടോല, ടട്ടോല പരതി നോക്കി. പർ ഉസ്മേ അഠനി നെഹി മിലി, എന്നാൽ ആ നാണയം അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഉസ് ചോട്ടേ സെ ഖപ്പട മിൽ ഗയ, മറിച്ചോ ഏക് ഛോട്ടാ സാ ഖപ്പട, ഒരു ചെറിയ മിനുസമുള്ള കല്ല് മാത്രമാണ് ലഭിച്ചത്. ഛോട്ടാ സാ ഖപ്പട, മിനുസമുള്ള ഒരു കല്ല് മാത്രമാണ്. ചിക്കനാസ പത്തർ, മിനുസമുള്ള ഒരു കല്ല് മാത്രമാണ് വ്യാപാരിക്ക് ലഭിച്ചത്. ജിസെ പംസാരിനെ നിഖാൽ കർ ഫേങ് ദിയ, വ്യാപാരി അതെടുത്ത് ഫേങ് ദിയ, വലിച്ചെറിയുകയും ചെയ്തു. എവിടെ നിന്നും? ആ കൊത്തമല്ലിയുടെ പാത്രത്തിൽ നിന്നും, ധനിയുടെ ഡിബ്ബയിൽ നിന്നും അതെടുത്ത് വ്യാപാരി വലിച്ചെറിയുകയും ചെയ്തു. ഉസ്കാ ചെഹറ ഏക്ദം കാലാ പടുകയ, ആൺകുട്ടിയുടെ മുഖം ഇത് കണ്ടപ്പോഴോ ഏക്ദം കാലാ പടന, മുഖം വാടുകയും ചെയ്തു. ചെഹറ കാലാ പടന, മുഖം വാടി അല്ലെങ്കിൽ മുഖം കരിവാളിച്ചു. സിർ ഗൂം ഗയ, തല ചുറ്റുന്നത് പോലെ അവൻക്ക് അനുഭവപ്പെട്ടു. സിർ ഗൂംന, തല ചുറ്റുക. കിസ്കാ സിർ? ലഡ്കെ കാ സിർ ഗൂംത്തെ ഹുए നസർ ആയ, ജैसे ശരീർ കാ സാരാ ഖൂൻ നിക്കൽ ഗയാ ഹോ, ഏതുപോലെ ശരീരത്തിലെ മുഴുവൻ രക്തവും നഷ്ടപ്പെട്ടു പോയതുപോലെയാണ് ആൺകുട്ടിക്ക് അനുഭവപ്പെട്ടത്. ശരീരത്തിലെ മുഴുവൻ രക്തവും ഒരുമിച്ച് നഷ്ടപ്പെട്ടതുപോലെ ആർക്ക് അനുഭവപ്പെട്ടു? ആൺകുട്ടിക്ക് അനുഭവപ്പെട്ടു. ആംഖി ചൽചലാകൈ, കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു. ആംഖി ചൽചലാന, കണ്ണുകൾ നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു. ആൺകുട്ടി ചിന്തിക്കുകയാണ്, കഹാ ഗൈ അഠനി, എവിടെ പോയി എൻ്റെ നാണയം? പൻസാരി ബി ഹൈരാൻ ഹോ ഗയ, ഇത് കണ്ട വ്യാപാരിയും അത്ഭുതപ്പെട്ടുപോയി. പംസാരി ആരാണ്? വ്യാപാരി.
വ്യാപാരിയും അത്ഭുതപ്പെട്ടുകൊണ്ട് ചിന്തിക്കുകയാണ്, ഓ അഠനി കഹാം ഗയി, ആ നാണയം എവിടെ പോയി? ഉസേ ലഗാ ജൈസെ വോ റോ പടേഗ, വ്യാപാരിക്ക് തോന്നി ആ കുട്ടി ഇപ്പോൾ റോ പടേഗ, കരയുമെന്ന്. ദേഖ്തേ ദേഖ്തേ, നോക്കുന്നതിനിടയിൽ, കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ, സബ്സെ താക്കത്വർ ഈശ്വർ, ഏറ്റവും ശക്തിശാലിയായ ഈശ്വരൻ, ഉസ്കെ സാമനെ മൗത്ത് ഹോ ഗയി, അവൻ്റെ മുന്നിൽ ഇല്ലാതാകുകയാണ്. ഉസ്നെ മരേ ഹാത്തോൻ സെ ജേബ് സെ പൈസ നിഖാല, അവൻ നിർജീവമായ കൈകൾ കൊണ്ട് പോക്കറ്റിൽ നിന്നും പണമെടുത്തു. നമക് ലിയ, ഉപ്പ് വാങ്ങിച്ചു. ഓർ ജാനെ ലഗ, പോകാൻ തുടങ്ങി. ദുക്കാൻദാറിനെ ഉസെ ഉദാസ് ദേക്കർ കഹ, കച്ചവടക്കാരൻ അവൻ നിരാശയോടുകൂടി വിഷമത്തോടുകൂടി നിൽക്കുന്നത് കണ്ടിട്ട് കഹ പറഞ്ഞു, ഗുഡ് ലേലോ ബേട്ട, ശർക്കര വാങ്ങിച്ചു കൊള്ളു കുട്ടി. പൈസേ ഫിർ ആ ജായെങ്കെ, പണമൊക്കെ പിന്നീട് നൽകിയാൽ മതി. പൈസേ ഫിർ ആ ജായെങ്കെ, പണമെല്ലാം എന്ത് ചെയ്താൽ മതി? പിന്നീട് നൽകിയാൽ മതി. ഈ കിസ്നെ കഹ? ദുക്കാൻദാറിനെ കഹ, കച്ചവടക്കാരൻ പറഞ്ഞു. നഹി ഉസ്നെ കഹ, വേണ്ട, അവൻ പറഞ്ഞു. ഓ റോ പട, എന്നിട്ട് കരയാൻ തുടങ്ങി. പംസാരി എന്താ പറഞ്ഞത്? വ്യാപാരി എന്ത് പറഞ്ഞു? അച്ഛാ പൈസ മത് ദേന, ശരി, പണം നൽകേണ്ട കുട്ട. മേരി ഓർ സെ തോടാ ഗുഡ് ലേലോ, എൻ്റെ വകയായിട്ട്, എൻ്റെ സമ്മാനമായിട്ട്, തോടാസ ഗുഡ്, ഒരൽപ്പം ശർക്കര ലേലോ, വാങ്ങിക്കുമോ? കിസ്കെ ഇനാം, ആരുടെ സമ്മാനമായിട്ട്? ദുക്കാൻദാർക്ക് ഇനാം, ദുക്കാൻദാറുടെ സമ്മാനമായിട്ട്. ദുക്കാൻദാറിനെ പ്യാർ സെ കഹ, കച്ചവടക്കാരൻ സ്നേഹത്തോടു കൂടി പറഞ്ഞു. ഒരേക്ക് ടുക്കടാ തോടുക്കാർ, ഒരു കഷ്ണം മുറിച്ചിട്ട് ഉസെ ദേനെ ലഗ, അവന് നൽകാൻ തുടങ്ങി. ഉസ്നെ മൂഫിര, അവൻ മുഖം തിരിച്ചു. ആൺകുട്ടി അതിന് ശ്രദ്ധ കൊടുക്കാതെ മുഖം തിരിച്ചു. മൂഫിരാലിയ, മുഖം തിരിച്ചു. ഓർ ചൽ ദിയ, അവിടെ നിന്ന് നടന്നു. ഉസ്നെ ഈശ്വർ സെ മാങ്കാത, കാരണം ആൺകുട്ടി ഈശ്വരനോടായിരുന്നു സഫേദ് ഗുഡ് ചോദിച്ചത്, ആരോടല്ല? കച്ചവടക്കാരനോട് അല്ല. ദുക്കാൻദാർ സെ നഹി. तो लड़के किससे सफ़ेद गुड़ मांगा था? ആരോടാ ചോദിച്ചത്? ഈശ്വർ സെ, ദുക്കാൻദാർ സെ നഹി, കച്ചവടക്കാരനോടായിരുന്നില്ല. ദൂസറോം കി ദയ ഉസെ നഹി ചായി, മറ്റുള്ളവരുടെ ദയ അവന് ആവശ്യമുണ്ടായിരുന്നില്ല. ദൂസറോം കി ദയ, മറ്റുള്ളവരുടെ ദയ, ലड़के നഹി ചാഹിയെ, ആവശ്യമുണ്ടായിരുന്നില്ല. ലേക്കിൻ, എന്നാൽ, അവോ ഈശ്വർ സെ കുച്ച് നഹി മാങ്ത, ഇപ്പോൾ അവൻ ഈശ്വരനോട് ഒന്നും തന്നെ ആവശ്യപ്പെടാറില്ല. അബ് ലड़का ഈശ്വർ സെ കുച്ച് മാങ്താ ഹെ, എന്തെങ്കിലും ആവശ്യപ്പെടാറുണ്ടോ? നഹി. അബോ ഈശ്വർ സെ കുച്ച് നഹി മാങ്ത, ഒന്നും തന്നെ ആവശ്യപ്പെടാറില്ല. കൂട്ടുകാരെ, ആൺകുട്ടിയുടെ വെളുത്ത ശർക്കര കഴിക്കാനുള്ള ആഗ്രഹം പൂർത്തിയായോ? ഇല്ല. ഉസ്കാ സപ്ന അധൂര, അപൂർണമാണ് അല്ലേ? ക്യാ ഉസ് ദിൻ ലड़के अपने ഡയറി में क्या क्या लिखा? ആ ദിവസം ആൺകുട്ടി തൻ്റെ ഡയറിയിൽ എന്തെല്ലാം എഴുതിയിട്ടുണ്ടാവും? ക്യാ ഹം ലड़के की ഡയറി ലിഖ് കർ ദേഖേ? ആൺകുട്ടിയുടെ ഡയറി ഒന്ന് എഴുതി നോക്കിയാലോ? ലड़के की ഡയറി, ആൺകുട്ടിയുടെ ഡയറി. बहुत दिनों से गुड़ गाने की इच्छा थी, ഒരുപാട് ദിവസമായി ശർക്കര തിന്നാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. ആ സോച്ചാക്കി ഓ സഫൽ ഹോ ഗയ, ഇന്ന് ഞാൻ കരുതി അതെല്ലാം സഫലമായെന്ന്. ലേക്കിൻ ക്യാ കഹും, എന്ത് പറയാനാ? വോ സപ്ന സപ്നാ ഹി രഹ ഗയ, ആ സ്വപ്നം സ്വപ്നം മാത്രമായിപ്പോയി. നമക് ഖരീദ്നെ ബാസാർ ജാത്തെ സമയ, ഉപ്പ് വാങ്ങാൻ അങ്ങാടിയിലേക്ക് പോയപ്പോൾ, ഏക് പൈസ കെ ലിയെ പ്രാർത്ഥന കർത്ത രഹ, ഒരു പണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ठीक उसी समय ज़मीन से अठने भी मिली, ആ സമയത്ത് തന്നെ മണ്ണിൽ നിന്നും ഒരു നാണയവും കിട്ടിയിരുന്നു. ഖുഷി കട്ടി ഖാന നഹിത, എൻ്റെ സന്തോഷത്തിന് അതിരുണ്ടായില്ല. അഫ്സോസ്, ദുഃഖം. ദുക്കാൻദാർക്കോ ദേത്തെ സമയ വോ ഹാത്ത് സെ ഗിസക്കിയ, കച്ചവടക്കാരന് നൽകിയ സമയത്ത് അതെൻ്റെ കയ്യിൽ നിന്നും വഴുതിപ്പോയി. ധനിയയ്ക്ക് ഡിബ്ബേമേ ഡൂണ്ടിനെ സെ ചിക്കനാസ പത്തർ മിൽ ഗയ, മല്ലിയുടെ പാത്രത്തിൽ തിരഞ്ഞപ്പോൾ മിനുസമുള്ള ഒരു കല്ല് മാത്രമാണ് കിട്ടിയത്. ദുക്കാൻദാറിനെ കഹ മുഫ്തുമേ ലേലോ, കച്ചവടക്കാരൻ പറഞ്ഞു സൗജന്യമായി എടുത്തുകൊള്ളൂ എന്ന്. ലേക്കിൻ മേനെ നഹി ലിയ, എന്നാൽ ഞാൻ എടുത്തില്ല. നമക് ഖരീദ്നെ പർ ദുഃഖി മനസ്സേ, നമക് ഖരീദ് കർ, ഉപ്പ് വാങ്ങിച്ച് ദുഃഖത്തോടു കൂടി ഞാൻ അന്ന് വീട്ടിലേക്ക് പുറപ്പെട്ടു. ലഡ്കയുടെ ഡയറിയുടെ ഒരു ഏകദേശ രൂപം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നിങ്ങളുടെ മനസ്സിൽ, ആൺകുട്ടിയുടെ മനസ്സിൽ അന്നുണ്ടായ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരു നല്ല ഡയറി എഴുതാമല്ലോ. ഡേറ്റും മാസവും വർഷവും എല്ലാം എഴുതുക. എന്നിട്ട് ആൺകുട്ടിയുടെ മനസ്സിൽ വന്ന ചിന്തകൾ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മനോഹരമായൊരു ഡയറിയാക്കി നമുക്ക് മാറ്റാൻ കഴിയും.
ഇന്നത്തെ ക്ലാസ്സിലെടുത്ത ഭാഗം എല്ലാവർക്കും മനസ്സിലായില്ലേ? ഡയറിയൊക്കെ നന്നായിട്ട് എഴുതി അയച്ചു തരിക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ ഒരു ഭാഗവുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ.